മുള്ളു കുത്തടാ, മുള്ളുണ്ടാവും അവിടെ, മുള്ളുണ്ടാവും കേട്ടോ, മുള്ളുണ്ടാവും സനു. എന്താ കാട് ആരെങ്കിലും കേറി ഇരിക്കണ ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ കേറി ഇരിക്കാം. ഇതൊന്നും ഓർമ്മട്ടല്ല സുനു, ഇതൊക്കെ പിന്നെ ഉണ്ടായ വള്ളിയാളാന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോയില് എടാ ഇത് വീടടാ, ഇതൊന്ന് വൈറലായിക്കോട്ടെ. അമ്മി അപ്പുറത്തേക്ക് ഇരിക്കേ. എന്നിട്ട് പിടിക്ക്, അയിമ പിടിക്ക്, ആദ്യമേ പിടിക്കേ വന്നു. അനക്കവിടെ നല്ല ചവിട്ടാനുള്ള ഗ്രിപ്പ് ഉണ്ട്. ഞാൻ അളക്കുന്നതാണ്, ഇപ്പച്ചി അളക്കുന്ന. എന്നാ ഇപ്പച്ചിന്റെ പുറകില് നിക്ക്, പിടിച്ചിട്ട് ഇപ്പച്ചിനെ എന്നാലേ കാണുള്ളൂ അന്നെ ഫോട്ടോത്തില്. അതന്നെ ടൂറായി. ഒരു കുലുക്കല്ലാതിരിക്കണ തിരുവ് ഹോൽക്കിടക്ക് നല്ല സേഫ്റ്റിയാടേ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലിട്ട് ഓനൊന്ന് ആട്ടിക്കൊടുക്കും. ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വാ, ഇവിടെ ആട്ടം. ഇതൊന്നും ഒരിക്കലും പോരാ. കാരണം നല്ല എല്ലാരും വരും. വണ്ടി വണ്ടി പോവുക, വണ്ടി 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 രസം. വണ്ടി പോവുകയാണ്. ഓളെ പിടിച്ച് കളി കാര്യമായോ? അതിന്റെ നല്ല എക്സ്പീരിയൻസ് വേണം.
തുടങ്ങിയിട്ടില്ല. എന്താ എന്താ മുട്ടുപണി കുടുങ്ങിയോ? കണ്ട് ചിരിക്കണൊക്കെ രണ്ടെണ്ണം തുടങ്ങി. ഇങ്ങോട്ട് നോക്ക്. ഇനി മതിയില്ലേ? നമ്മളെ പ്രാങ്ക് ചെയ്തതാട്ടോ. ഓളെ പ്രാങ്ക് ചെയ്യാ വിചാരിച്ചിട്ട് ഓള് നമ്മള് നമുക്ക് അടുത്ത റൈഡ് പോവാ. ചെരുപ്പെല്ലാം എടുക്കും. മുംതാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. മുംതാസ് വ്ലോഗ്സ് ആൻഡ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രോ പറഞ്ഞത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാട്ടിലൂടെ ഒരു യാത്ര പോയതാണിത്. പിന്നെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഫോറസ്റ്റിൽ പണ്ട് സ്കൂളിലും മദ്രസിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ കാട്ടിലൂടെയാണ് അധികം വരിക. ഇത് ഫോറസ്റ്റ് കുറേ ഉണ്ട്. അന്നൊക്കെ എല്ലാം ഉൾക്കാട്ടിലൊക്കെ പോവായിരുന്നു. ഇപ്പം ആനയും പുലിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടി. നമ്മളവിടെ അടുത്ത് മുണ്ടക്കൊല്ലിയിലൊക്കെ 2 പ്രാവശ്യം ഇപ്പം അടുത്തും കൂടി പശുവിനെ ആടിനെയൊക്കെ പുലി ഓടിച്ചിരുന്നു. ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നല്ല നല്ല കാഴ്ചകളുണ്ട്. പക്ഷെ പോവാൻ പേടിയാണ്. നമ്മൾ പോയാൽ തിരിച്ചു വരുന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് മക്കൾക്കൊരു ടൂറ് പോയ പ്രതിനിധിയായിരുന്നു. ഒരു പൈസ ചിലവില്ലാതെ ഞങ്ങളൊരു ടൂറ് പോയി ഒന്ന് എൻജോയ് ചെയ്തു വന്നു എന്ന് പറയാം. ഇത് ട്രെഞ്ചിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ആന വയലിലേക്ക് പിന്നെ കൃഷി സ്ഥലങ്ങളിലേക്കൊന്നും കടക്കാതെക്കാൻ വേണ്ടി ഇവിടെ ട്രെഞ്ച് കീറിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പക്ഷേ ട്രെഞ്ചിലൊക്കെ ഇറങ്ങി അങ്ങനെ പോയി ലാസ്റ്റ് എൻഡിലെത്തിയപ്പോൾ അവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമുണ്ട്. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ പേടിയ. മക്കളെ കൊണ്ടൊക്കെ ആങ്ങളെ ഇറങ്ങി. പിന്നെ എൻ്റെ നേരെ താഴെയുള്ള ആങ്ങളെയാണ് അവന്, ആ നീല ടീഷർട്ട് ഇട്ടുള്ള അവൻ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒന്ന് ആന അവിടെ ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ മക്കളും അവനും അങ്ങോട്ട് പോവുകയും ചെയ്ത് ആന ഇങ്ങോട്ടായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ആനയ്ക്ക് ഷോക്ക് കൊടുക്കുന്ന കമ്പിയാണ് കേട്ടോ. രാത്രി ഇവിടെ ഷോക്ക് ഇടും. പിന്നെ അല്ലെങ്കിൽ ആന വയലിലേക്ക് ഇങ്ങനെ കിടക്കൂലേ, ഇതിലേക്ക് കറണ്ട് കൊടുത്തിട്ട് അവർ ഷോക്ക് കൊടുക്കും. എന്നാലും ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ രാത്രി ഇവർ കാവലിന് പോകുമ്പം എടുത്തൊരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്നുണ്ട്. ആന ഇറങ്ങിയിട്ട് നെല്ല് തിന്നുന്നൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ട്രെഞ്ച് ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതിൽ കൂടി അവർ ഇറങ്ങി കയറുന്നുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമെത്തുമ്പോൾ ആന ഇറങ്ങിയിട്ട് ശരിക്കും ഇപ്പുറത്തേക്ക് ഇതാ ആനപ്പിണ്ടിയൊക്കെ കണ്ട് ഞങ്ങൾ ആദ്യം നല്ല ഇൻട്രസ്റ്റിൽ പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് പേടി. ആനപ്പിണ്ടിയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പേടിയായി. ഞങ്ങൾ കുറേ പിന്നെ ആങ്ങളുടെ കുട്ടികൾ ഇത് ആന പിണ്ടി ഇട്ടതാണ്. ഇവിടെ ഇതാ കണ്ടോ, ഞങ്ങൾ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ടെൻഷനായത്. അപ്പോൾ അവിടുന്ന് ആങ്ങളെ അവരോട് ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ഓടിച്ച് നോക്കിയതാണ്. മക്കളെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ അവരതിനേക്കാളും പിന്നെ സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത്. അവർക്കൊന്നും പേടിയൊന്നും തോന്നിയില്ല. ഇവിടെ വന്ന് ഇറങ്ങും താഴോട്ട്. ഇറങ്ങാൻ അവർക്ക് കുഴപ്പമില്ല, കയറാനാണ്. ഇതവിടെ ഇങ്ങനെ മുഖം കുത്തിയിട്ട് നെറ്റി ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ മേലോട്ട് കയറുന്നു. അപ്പോൾ ആ സ്ഥലമാണ് ഇവിടെ. ആനങ്ങനെ ഇതാ കണ്ടോ, ഇവിടേക്കാണ് കയറുന്നത്. ഇത്ര സ്ഥലമുള്ളെങ്കിൽ അവർക്ക് കയറാനും ഇറങ്ങാനൊന്നും ഒരു പ്രയാസവും ഇല്ല. അവർ സിമ്പിളായിട്ട് കയറി ഇറങ്ങി പോകുന്നുണ്ട്.
പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ ആന വെള്ളം കുടിക്കുന്നൊക്കെ സ്ഥലമാണ്. അപ്പം നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക്. ഈ കാട്ടിൽ കുറച്ച് സ്ഥലമുള്ളൂ, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഞങ്ങൾ ഉള്ളിൽ കൂടെ പോയിട്ടുള്ളൂ. പക്ഷേ നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്തു. പിന്നെ കാണാനും പണ്ട് നടന്നിരുന്ന സ്ഥലങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റ് ആയി, എനിക്കും ആങ്ങൾക്കൊക്കെ. പിന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളും പിന്നെ ഞങ്ങളെ ഇത് ആനനെ അവർ ഇവിടെ ആനയുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ, കാണാം. അപ്പം രാത്രിയാണ്, രാത്രി 11:30 മണിക്കൊക്കെയാണ് ആന അതവിടെ നിന്ന് ഇങ്ങനെ നെല്ല് തിന്നുന്ന. അവരിങ്ങനെ ടോർച്ചടിക്കുന്നൊക്കെ ഉണ്ട്, പടക്കം പൊട്ടിച്ചെറിയുന്നുണ്ട്. കണ്ടോ കണ്ടോ ആന നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ആന തിരിയുന്നുണ്ട് കേട്ടോ. അതിൽ ഇവരെല്ലാവരും കൂടി ഇട്ടിട്ട് ഓടുന്നുണ്ട്, അടുത്തേക്ക് പോകുന്നു. അവരതാ പടക്കം പൊട്ടിച്ചെറിയുന്നുണ്ട്. അനു ഇത് നമ്മളെന്താ ആന വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ രാത്രി പിന്നെ കാവലിൽ നിൽക്കുമ്പോൾ ആന വന്നൊരു ഇതും കൂടി നമ്മളിതിൽ ഇത് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആന അതിൻ്റെ ഇടയിൽ കൂടെ തിരിയുന്നുണ്ട്. പടക്കം പൊട്ടിച്ചിട്ട് ഇവർ ഓടിക്കലാണ് ചെയ്യൽ, ഷോക്കൊക്കെ കൊടുക്കുന്നതാണ്. എന്നാലും ഇതിൽ കൂടെ കിടന്ന് അവർ ആന വയലിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസൊക്കെ ഇട്ടിട്ട്, എന്ത് കമൻസ് ആണെങ്കിലും ഇടണം നിങ്ങൾ. ആ കമൻസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ അല്ല വീഡിയോസൊക്കെ ഒന്ന് കാണും കൂടി ചെയ്യണം കേട്ടോ. വെള്ളം ഇങ്ങനെ തെറിപ്പിക്കും. വെള്ളം ഇങ്ങനെ ഇവിടെയാണ് ആന വെള്ളം കുടിക്കുന്നത്. ഇത് കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഉറവും വന്ന് വീഴുന്നുണ്ട്. ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയത്തല്ലേ, എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നട്ടുച്ചയായിരുന്നു. രാവിലെ ആകുമ്പോൾ ഇതിനേക്കാളും വെള്ളം നല്ലോണം അതാ മേലേക്കൊക്കെ കയറി നിൽക്കുന്നു പറഞ്ഞു. ആന വന്നിട്ട് ഓടിപ്പിക്കുന്ന പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അവർ. പക്ഷേ പടക്കം പൊട്ടിച്ച് എറിഞ്ഞപ്പോൾ ലാസ്റ്റ് ആന ഇവർ നേരേക്ക് തിരിയുമ്പോൾ അവർ അതവിടെ ഇത് ഓടുന്നുണ്ട്. അതാണ് ഇപ്പം കാണുന്നത്. ഇപ്പം ഇങ്ങനെ കാണുന്നില്ല, ഒന്നും കൂടി ലൈറ്റ് അടിക്കുമ്പോൾ കാണാം കേട്ടോ. ആന നിൽക്കുന്നുണ്ടോ? പടക്കാണ് അവരാ എറിയുന്നത്, കത്തിച്ചിട്ട് എറിയണം. ഇത് ആന. അപ്പോൾ ആന ഇങ്ങോട്ട് തിരികെ പടക്കം എറിയുമ്പം അതാ കണ്ടോ ആന മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ഇത്രയും നേരം കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസ് കാണുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും.